എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജയൻ പ്രഭാകർ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ചാണ്. മറ്റാരുമല്ല, മൈ ഗ്രേറ്റ് മെൻറ്റർ സിദ്ധാർത്ഥ് രാജശേഖർ. ആരാണ് സിദ്ധാർത്ഥ് രാജശേഖർ? എന്താണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത സിസ്റ്റം? എന്തൊക്കെ മാറ്റങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിലൂടെ കൊണ്ടുവന്നത്? ആർക്കൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു അദ്ദേഹത്തിലൂടെ? വളരെ വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഞാൻ എൻ്റെ സ്ക്രീനിൽ ഷെയർ ചെയ്യാം. ഓക്കെ, യെസ്, സിദ്ധാർത്ഥ് രാജശേഖർ. ഇദ്ദേഹമാണ് സിദ്ധാർത്ഥ് രാജശേഖർ. ഓക്കെ, അദ്ദേഹം ഒരു ഓതറാണ്, ഒരു സ്പീക്കറാണ്, അദ്ദേഹം ഒരു ഡിജിറ്റൽ കോച്ചാണ്. അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയെങ്കിലും ഇൻ്റർനെറ്റ് സ്പേസിലേക്ക് വന്നിട്ട് വർഷങ്ങളായെങ്കിലും അദ്ദേഹത്തിൻ്റെ സിസ്റ്റം ബിൽഡ് ചെയ്തത് 2018 അദ്ദേഹം ഡെവലപ്പ് ചെയ്തൊരു ഡിജിറ്റൽ ഇക്കോ സിസ്റ്റമാണ് അദ്ദേഹം ബിൽഡ് ചെയ്തത്. ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു മോഡലിൻ്റെ പേരാണ് ഫ്രീഡം ബിസിനസ് മോഡൽ. യെസ്, അദ്ദേഹം ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ്. സിദ്ധാർത്ഥ് രാജശേഖർ എന്ന പേഴ്സണൽ ബ്രാൻഡിലാണ് ആദ്യം അദ്ദേഹം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ പിന്നീട് അദ്ദേഹം കമ്മ്യൂണിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അദ്ദേഹം ഒരു കമ്മ്യൂണിറ്റിക്ക് രൂപം കൊടുത്തു. ആ കമ്മ്യൂണിറ്റിയുടെ പേരാണ് ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ഹബ്ബ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഓൾ ഓവർ ദി വേൾഡ് ഏതാണ്ട് 11,000-ഓളം സ്റ്റുഡൻസ് ഇന്ന് പഠിക്കുന്നു. അത്ഭുതകരമായ സംഗതി, ഏതാണ്ട് 15 കോടീശ്വരന്മാരെ അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അത്ഭുതകരമായ സംഗതി. അതായത് വളരെ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളായിട്ടുള്ള 15 ആളുകൾ അദ്ദേഹത്തിൻ്റെ കോഴ്സിലൂടെ അദ്ദേഹം പറഞ്ഞ രീതി അനുസരിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ അവർ ജീവിതത്തിൽ വൻ മാറ്റങ്ങൾ നേടിയെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചു. 1 കോടിക്ക് മുകളിൽ അവർ ഏൺ ചെയ്ത് കഴിഞ്ഞു. മനസ്സിലാക്കേണ്ട കാര്യം, അവരൊരു ട്രെയിനറല്ല, ഒരു ട്രെയിനിങ് ഇൻഡസ്ട്രിയായിട്ട് ഒരു പരിചയവുമില്ല. ഫ്രം ദി സ്ക്രാച്ചാണ് ഈ ഒരു അവസ്ഥയിലേക്ക് അവർക്ക് എത്താനായിട്ട് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ കോഴ്സിലൂടെ. ഇതാണ് അമേസിംഗ് ആയിട്ടുള്ളൊരു കാര്യം. നെക്സ്റ്റ് വൺ, ഹൺഡ്രഡ്സ് ഓഫ് ലാഖ്പതീസിനെ അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഏണിങ്സ് ഏതാണ്ട് 18 കോടി കഴിഞ്ഞു. 27 മാസം കൊണ്ട് 18 കോടി. ആലോചിച്ച് നോക്കി, ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന ഒരു വ്യക്തി 27 മാസം കൊണ്ട് 18 കോടി സമ്പാദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിനകത്ത്? ആ ഒരു ഇൻഡസ്ട്രിയുടെ സാധ്യതയാണ് അവിടെ കാണുന്നത്. അത്രമാത്രം ഒരു വലിയ ഇൻഡസ്ട്രിയാണ് ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രി. അദ്ദേഹത്തിൻ്റെ മന്ത്ലി ഇൻകം ഏതാണ്ട് ഇപ്പോൾ ഏതാണ്ട് 1.5 കോടി രൂപയോളം ഒരു മാസ വരുമാനം. ആലോചിച്ച് നോക്കുക, ഈ ഒരു 2018 ഈ ഒരു കോഴ്സ് ബിൽഡ് ചെയ്യാവുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആകെ 500 രൂപയാണ്. ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഒരു വ്യക്തി ജീവിതത്തിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാക്കി എടുക്കണമെന്ന് തീരുമാനിച്ചറിയും. സോ അദ്ദേഹത്തിന് ആ ഒരു ലെവലിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു. കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഫോക്കസിലൂടെ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മൈൻഡിലൂടെ അദ്ദേഹത്തിന് ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചു. ആർക്കൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സിസ്റ്റം ഫോളോ ചെയ്യാൻ സാധിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ സിസ്റ്റം ആർക്ക് വേണമെങ്കിലും ഫോളോ ചെയ്യാം. എനിബഡി ക്യാൻ ഫോളോ ഹിസ് സിസ്റ്റം. വളരെ ഈസിയാണ്. പക്ഷേ ഒരു കാര്യം മാത്രം, വെറുതെ സാധാരണ ഒരു കോഴ്സ് വാങ്ങുന്നത് പോലെ വാങ്ങിച്ചിട്ട് കാര്യമില്ല. മറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എന്നെ അട്രാക്റ്റ് ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് മുതലാണ് ആ ക്ലയൻറ്റുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത്. സാധാരണ നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ കമ്പനി അല്ലെങ്കിൽ കൊടുക്കുന്ന വ്യക്തിയും മേടിക്കുന്ന ആളുകളോടുള്ള ബന്ധം കഴിഞ്ഞു, ശരിയാണോ? പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹമായിട്ടുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ധാരാളം ലൈവ് സെഷൻസ് നമുക്ക് കിട്ടും. നമ്മുടെ സൗകര്യം അനുസരിച്ച്, നിങ്ങളുടെ കൺവീനിയൻ്റ് അനുസരിച്ച് നമുക്ക് ബിൽഡ് ചെയ്താൽ മതി ഈ സിസ്റ്റം. വൺ ഓഫ് ദി ബെസ്റ്റ് സിസ്റ്റം, അതായത് വേൾഡ് ക്ലാസ് പ്രോഡക്റ്റാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നത്.
ആലോചിച്ച് നോക്കുക, എത്രയോ ആളുകളുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങൾക്ക് കാരണക്കാരനായി അദ്ദേഹം. ആലോചിച്ച് നോക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രേസ് എത്രമാത്രമുണ്ട്. സോ അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റത്തിന്, അദ്ദേഹത്തിൻ്റെ ഫ്രീഡം ബിസിനസ് മോഡലിന് ഇത്രയധികം റീച്ചബിലിറ്റി അല്ലെങ്കിൽ ഇത്രയധികം സക്സസ് ഗ്രോത്ത് കിട്ടാനായിട്ടുള്ള റീസൺ എന്താണ്? കാരണം അദ്ദേഹം ഫോളോ ചെയ്തിരിക്കുന്ന മെത്തേഡ് ഫ്ലൈ വീൽ മെത്തേഡാണ്. ആമസോൺ അല്ലെങ്കിൽ ആപ്പിള്, യൂബർ ഇതുപോലുള്ള കമ്പനികൾ ബിൽഡ് ചെയ്ത് ഫ്ലൈ വീൽ സിസ്റ്റത്തിലാണ്. അതായത് ഒരിക്കലും ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ടല്ല പ്രോഡക്റ്റ് ബിൽഡ് ചെയ്തത്, എങ്ങനെ സെല്ല് ചെയ്യുമെന്നല്ല അദ്ദേഹം ചിന്തിച്ചത്, മറിച്ചത് എങ്ങനെ എൻ്റെ കസ്റ്റമേഴ്സിന്, എൻ്റെ ക്ലയൻസിന് എങ്ങനെ കൂടുതൽ വാല്യൂ കൊടുക്കാനായിട്ട് സാധിക്കും. ഒരു 10,000 രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു 10 ടൈംസ് 1,00,000 രൂപയുടെ വാല്യൂ എങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു കോൺസെപ്റ്റിലാണ് അദ്ദേഹം ബിൽഡ് ചെയ്തത്. സോ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തു, ആരെങ്കിലും കോഴ്സ് പർച്ചേസ് ചെയ്യുന്നു, അവർക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു, അവരെ ഒരു അച്ചീവ്മെൻറ്റ്സിലേക്ക് എത്തിക്കുന്നു. അച്ചീവ്മെൻറ്റ്സിലേക്ക് എത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ റെഫറൻസ് ധാരാളം വരും. സ്വാഭാവികമായിട്ടും കൂടുതൽ ട്രാഫിക്ക് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക്, അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിലേക്ക് കൂടുതൽ ട്രാഫിക്ക് വരും. ട്രാഫിക് വരുമ്പോൾ കൂടുതൽ കൺവേർഷനിൽ വരും. കൂടുതൽ കൺവേർഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും ഈ ഒരു സിസ്റ്റം മോൾഡ് ചെയ്തുകൊണ്ട് വീണ്ടും അദ്ദേഹം റിസൾട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഏതൊരു വ്യക്തിക്കും, ഏതൊരു സാധാരണക്കാരനും വലിയ ഒരു അച്ചീവ്മെൻറ്റ്സിലേക്ക് എത്തിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഇന്ന് ഇൻ്റർനെറ്റ് ലൈഫ് ഹബിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 11,000-ഓളം സ്റ്റുഡൻസ് ഗ്ലോബലി ഇന്ന് അദ്ദേഹത്തിൻ്റെ സേവനം കൈപ്പറ്റുന്നു. അദ്ദേഹം സർവീസ് ചെയ്യുന്ന വ്യക്തികളാണ് 11,000 സ്റ്റുഡൻസ്. ക്യാൻ യു ഇമാജിൻ? നിങ്ങൾക്കും ഇതുപോലെ ഒരു ഡിജിറ്റൽ കോച്ചിങ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഫ്രം ദി സ്ക്രാച്ച്. എൻ്റെ കാര്യം തന്നെ പറയാം. ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറല്ല, ഒരു വലിയ രീതിയിൽ പ്രഭാഷണം നടത്താൻ കഴിവുള്ള വ്യക്തിയല്ല, ഞാനൊരു ട്രെയിനറല്ല, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്കില്ല. ഞാൻ പ്രോഗ്രാംസ് ധാരാളം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ ധാരാളം പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് മറ്റുള്ള ട്രെയിനേഴ്സിനെ വെച്ചിട്ട്. അല്ല കൗൺസിലിങ്, ആസ്ട്രോ കൗൺസിലിങ്, അല്ല മൈൻഡ് പവർ പ്രോഗ്രാമുകൾ, ബ്ലസ്ഡ് ബർത്ത് പോലുള്ള പ്രോഗ്രാമുകൾ, ഇതുപോലത്തെ പ്രോഗ്രാമുകൾ ഞാൻ പല സ്ഥലങ്ങളിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, ട്രെയിനേഴ്സിനെ ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഞാൻ ഒരിക്കലും ട്രെയിനിങ് എടുത്തിട്ടില്ല. ഞാനിപ്പോൾ ഇന്ന് പബ്ലിഷ് ചെയ്യാൻ പോകുന്ന 13ാമത്തെ വീഡിയോ ആണ്. അത് എല്ലാത്തിനും കാരണം അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിൽ, സിദ്ധാർത്ഥിൻ്റെ കമ്മ്യൂണിറ്റിയിൽ വന്നതുകൊണ്ടാണ് എനിക്കത് സാധിച്ചത്. നിങ്ങൾക്കും ഇതിനുള്ള ഒരു വലിയ അവസരമുണ്ട്. നിങ്ങൾ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഏരിയ ഞാൻ അദ്ദേഹത്തിൻ്റെ കോഴ്സിൻ്റെ ലൈവ് വെബിനാറിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അത് രജിസ്റ്റർ ചെയ്യുക. ജീവിതത്തിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഏത് ലെവൽ വേണമെങ്കിലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ആ രീതിയിലാണ് അദ്ദേഹം ആ സിസ്റ്റത്തെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു നോളജ് ഉണ്ടാവണം നിർബന്ധമില്ല. കാരണം നോളജ് ഒരുപാട് നോളജ് ഉണ്ടായിരിക്കുക എന്നുള്ളതല്ല ഇവിടെ. എത്രമാത്രം റിസൾട്ട് നിങ്ങളുടെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിന് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സിസ്റ്റം ബിൽഡ് ചെയ്തത്. അതായത് ന്യൂ സ്കൂൾ ഫോർ എ ന്യൂ വേൾഡ്, അതാണ് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ്, ആശയം. അത് ഏതാണ്ട് വലിയ രീതിയിൽ തന്നെ സക്സസ് ആയി കഴിഞ്ഞു. മനസ്സിലാക്കുക, ഇന്ന് അദ്ദേഹം കഴിഞ്ഞ മാസം അദ്ദേഹം ലൈവ് വെബിനാർ ഒന്നും തന്നെ ചെയ്തില്ല. ഓട്ടോമേറ്റഡ് സിസ്റ്റം, എല്ലാം ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു. 2018 ബിൽഡ് ചെയ്ത, ക്രിയേറ്റ് ചെയ്തൊരു കോഴ്സിലൂടെ 18 കോടി സമ്പാദിക്കുക എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി. കഴിഞ്ഞ മാസം ഏതാണ്ട് 2.5 കോടിയോളം വരുമാനം അദ്ദേഹത്തിൻ്റെ ടോട്ടൽ കിട്ടി. അദ്ദേഹം ഇന്ത്യ റിപ്പോർട്ട് കാണിച്ചിട്ടുണ്ട് ലൈവ് സെഷനിൽ. ഒരു സെഷൻ പോലും ലൈവ് ചെയ്തിട്ടില്ല. ആലോചിച്ച് നോക്കി, എല്ലാം ഓട്ടോമേറ്റഡ് വെബിനാറുകളാണ്. സോ അപ്പം ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ കോച്ചിങ് ഇൻഡസ്ട്രി ബൂം ചെയ്യുകയാണ്. അതായത് ഇ ലേണിംഗ് ഇൻഡസ്ട്രി 2025 ഏതാണ്ട് $325 ബില്യൺ ടേൺ ഓവറാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഫോബ്സ് മാഗസിനൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. 325 ബില്യൺ. ക്യാൻ യു ഇമാജിൻ? അപ്പോൾ അത്രമാത്രം സാധ്യതയുള്ള ഒരു മേഖലയാണ് കോച്ചിങ് ട്രെയിനിങ് ഇൻഡസ്ട്രി. ഇദ്ദേഹത്തിൻ്റെ സിസ്റ്റം കോച്ചിങ്
കോഴ്സസ്, കോച്ചിങ്, കൺസൾട്ടേഷൻ, കൊളാബറേഷൻ. നമുക്കറിയാം ഇന്ന് ഓഫ്ലൈൻ വേൾഡിലാണെങ്കിൽ ധാരാളം ട്രെയിനേഴ്സ് ഇന്ന് കേരളത്തിലുണ്ട്. പരസ്പരം ബുദ്ധിയോടെയാണ് അവരെല്ലാവരും വർക്ക് ചെയ്യുന്നത് വേണമെങ്കിൽ പറയാം. കാരണം ഒരാൾക്ക് ഇന്ന റേറ്റ്, ഒരാൾക്ക് വേറൊരു റേറ്റ്, അവർക്ക് ഇന്ന റിസൾട്ട്, പല രീതിയിലുള്ള മാർക്കറ്റ് വാല്യൂ ഉണ്ട്. പക്ഷേങ്കിൽ ഡിജിറ്റൽ സ്പേസിൽ അങ്ങനൊരു കോമ്പറ്റീഷൻ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റഡീസ്. അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. അതായത് കൊളാബറേറ്റ് ചെയ്യുകയാണ്, എല്ലാ സിസ്റ്റവും കൊളാബറേറ്റ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. നോ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ ഈസ് എ ഓൾഡ് സ്കൂൾ. അതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഈ പറഞ്ഞ പോലെ മോട്ടിവേഷൻ പ്രോഗ്രാമുകൾ, ഇതൊക്കെ ഒരു ഓൾഡ് സ്കൂൾ കോൺസെപ്റ്റാണ്. അത് മാറി ഇപ്പോൾ നമ്മൾ എന്താ പറയുക, മൈക്രോനിഷ് എക്സ്പേർട്സുകൾക്കാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഏത് ഏരിയ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഹെൽത്ത് സ്പേസ് ഉണ്ട്, മേക്ക് മണി നിഷുണ്ട്, അതുപോലെ റിലേഷൻഷിപ്സ് ഉണ്ട്, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉണ്ട്, പല സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഏരിയ സെലക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പാഷനുള്ളൊരു ഏരിയ സെലക്ട് ചെയ്തിട്ട് അതിൽ എങ്ങനെ കൂടുതൽ നാരോ ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. അതനുസരിച്ച് നിങ്ങളുടെ ഗ്രോത്ത്. നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിൽ ജനറൽ സർജൻസ് ഉണ്ട്, അതുപോലെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന സർജന്മാരുണ്ട്. ഇപ്പോൾ ജനറൽ സർജനേക്കാൾ കൂടുതൽ വരുമാനം സമ്പാദിക്കുന്നത് തീർച്ചയായിട്ടും ന്യൂറോ സർജനാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം. എന്തുകൊണ്ട്? അദ്ദേഹം സ്പെഷ്യലൈസ്ഡ് ആണ്. അപ്പോൾ മാർക്കറ്റ് ആ രീതിയിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, മോട്ടിവേഷൻ, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, മറ്റ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, ഇതൊക്കെ ഒരു ഓൾഡ് സ്കൂൾ മെത്തേഡ്സുകളാണ്. അതിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മൈക്രോനിഷ് ഓറിയൻറ്റഡ് പ്രോഗ്രാമുകളാണ് ലോകത്താകമാനം ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളെല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ ലൈവ് സെഷൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്. നിങ്ങളതിൽ കയറി രജിസ്റ്റർ ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുക. ജീവിതത്തിൽ വൻ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും ഇംപ്ലിമെൻറ്റ് ചെയ്താൽ. നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു അച്ചീവ്മെൻറ്റ് ഈ ഒരു മേഖലയിലൂടെ, കോച്ചിങ് ഇൻഡസ്ട്രിയിലൂടെ നേടാനായിട്ട് സാധിക്കും. എല്ലാവർക്കും വലിയൊരു വിജയാശംസ ഞാൻ നേരുന്നു. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓരോ ആഴ്ചയും ഞാൻ ഓരോരോ വീഡിയോസ് പബ്ലിഷ് ചെയ്യും. ഈ ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട, ഓൺലൈൻ പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനം ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഇതിനൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് തീർച്ചയായിട്ടും ഇതിൻ്റെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും വലിയൊരു വിജയാശംസ ഞാൻ ഒരിക്കൽ കൂടി നേരുന്നു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ്. ബൈ ബൈ.